ആഗ്രഹം അവർക്കറിയാമെങ്കിലും അതിന് വലിയ പ്രാധാന്യം ആ സമൂഹം കൊടുക്കാതെ വന്നത് യേശു തിരിച്ചറിയുകയും ആ സമൂഹത്തെ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞ വാക്കാണെന്ത്? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിച്ച യേശുവിനെ നാം കാണുന്നുണ്ട്. സമൂഹത്തിൽ പല ഉത്തരവാദിത്തമുള്ള പല മേഖലകളിലൊക്കെ ഞാനും നാം ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ തന്നെ അല്ലേ, നമ്മേക്കാളും പ്രാധാന്യം യേശുവിന്റെ കണ്ണിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ആ ശിഷ്യന്മാർക്ക് അത് പ്രാരംഭത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ചിലവരോട് മുഷിഞ്ഞു. എന്താണിത്? സമയം കളയുന്നത് ഒരു സാഹചര്യമായിട്ടാണ് അവിടെ വിലയിരുത്തിയത്. പക്ഷെ അതിന്റെ പ്രാധാന്യം അറിഞ്ഞ ശിഷ്യന്മാർ സമവീക്ഷണ സുവിശേഷങ്ങളിൽ 3-ലും ആ ഇൻസിഡൻസ് രേഖപ്പെടുത്തി അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ അനുകരണീയമായ ഒരു മാതൃകയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആ മാതൃകയിൽ പിൻപറ്റുന്നത് ഉചിതമാണ് അല്ലെ? ഇവിടെ എന്താ ചെയ്യുന്നത്? 2-3 പേർ തന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ കടന്നു വരുമെന്ന് വാക്ക് തന്ന യേശുവിന്റെ സാന്നിധ്യം നാം പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഇവിടെ ഉണ്ട്. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇപ്പോൾ അവർ കേൾക്കേണ്ട ചോദ്യമാണ് എന്ത്? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കുഞ്ഞിനെ വളർത്തുന്നു. അപ്രകാരം ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞിനോട് യേശുവിനെ കുറിച്ച് പറയുക, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക, ദൈവഭക്തിയിൽ വളർത്തുക. അത് അവരുടെ ഒരു ലക്ഷ്യമായി, കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ലക്ഷ്യമായി അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. നമുക്ക് ലക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട്. നല്ല പഠന മേഖലയിൽ എത്തിക്കുക, ഭാവി ജീവിതം കെട്ടുപണി ചെയ്യാനുള്ള പാതയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ കുഞ്ഞിനോട് യേശുവിനെ കുറിച്ച് പറയുവാനും അല്ലെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനും ദൈവഭക്തിയിൽ വളർത്തുവാനുമുള്ള ഒരു തീരുമാനം നിങ്ങളിൽ ഉണ്ടാകാനിടയാകണം. അതിനുമുപരിയായിട്ട് കുഞ്ഞിന്റെ മുമ്പിൽ വളരെ മാതൃകാപരമായ ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം. ആണെന്നറിയാമെങ്കിൽ ഔപചാരികമായിട്ടാണെങ്കിലും അത് പറയാതെ നിവർത്തിയില്ല. ആ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ചേർന്ന് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചതിനേക്കാളും ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തപരമായ ശ്രേഷ്ഠതയിൽ പൈതലിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്മാരുടെ സാന്നിധ്യത്തിലായി സഭയുടെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നാം ഒരുക്കത്തോടെ തിരുമുമ്പിലായിരിക്കുന്നു. നാം നേരത്തെ കേട്ട ദൈവവചനം കുഞ്ഞിന്റെ ജീവിതത്തെ അന്വർത്ഥമാക്കും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കുവാനായിട്ട് നമുക്ക് സഭയായി ചേർന്ന് വളരെ പ്രതീക്ഷയോടെയാണ് പൈതലുമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാനിടയായി ആത്മാർത്ഥമായി എല്ലാ പ്രിയപ്പെട്ടവരും ആരും മൗനമായി ഇസ്രായേലിൻ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവം തമ്പുരാൻ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയിൽ നാം വചനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി പൈതലിനെ സ്പർശിക്കട്ടെ. വലിയവരുടെ ബലഹീനമായ കരങ്ങളല്ല, കർത്താവിന്റെ ബലമുള്ള പൈതലിന്റെ മേൽ വെളിപ്പെടുവാനിടയാകട്ടെ. നമുക്ക് പ്രിയ പേരൻസിന് വേണ്ടി
യേശുരാജനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയോ എന്റെ ശക്തിയോ നീ എനിക്കു തന്നതൊക്കെയോ. എന്റെ ബുദ്ധിയോ എന്റെ ശക്തിയോ നീ എനിക്കു തന്നതൊക്കെയോ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമുക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവും വിശ്വസ്തനുമായ സ്വർഗപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയബോധനും കുടുംബത്തിനും കർത്താവ് ദാനമായി കൊടുത്തിരിക്കുന്നു ഈ പൈതലുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണല്ലോ. കർത്താവേ, ഈ കുഞ്ഞിൻ്റെ ജനനം മുതൽ ഈ സമയം വരെയും കർത്താവെ ഒരു കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവെ, ഇന്ന് പൽക്കാലം ദൈവസഭയുടെ മുൻപാകെ ഈ പൈതലെ കൊണ്ടുവന്ന കർത്താവെ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവെ സഭയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഞങ്ങളെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, ഈ പൈതൽ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി ഇത് വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇതിന്റെ ചെറുപ്രായം മുതൽ ഇത് വളർന്നു വരുന്നവരെയും കർത്താവെ നിന്റെ സന്നിധി ചേരുവരെയും നിന്റെ ബലമുള്ള കരങ്ങളില് ആണിപ്പഴുതുള്ള കരങ്ങളില് ഞങ്ങളെ കുഞ്ഞിനെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങളെ പൈതലെ അനുഗ്രഹിക്കുന്നു. നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മൊത്തം അംഗീകരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. Savior Jesus Christ, our God, loving Heavenly Father, and sweet and unbreakable fellowship of Holy Spirit be with you all forever and ever. Amen. God bless you.